ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇഫ്താറൊക്കെ അല്ല മക്കളെ, അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാ പുച്ചോളി ചിക്കൻ ബ്രെഡ് പോള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എല്ലില്ലാത്ത പീസ് ചെറുതാക്കി മുറിച്ചിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിൽ കുറച്ച് കുരുമുളക്, സോയാ സോസ്, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കളെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാനിലേക്ക് ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 2 സവാളാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിൻ്റെ പച്ച സ്മെല്ല് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും ചേർത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പച്ച സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഞാൻ ചേർത്തി കൊടുക്കണില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ ചേർത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി. നമുക്ക് ഇതിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചപ്പും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിടാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. 1/2 കപ്പ് പാലും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുക. ഇനി ബ്രെഡ് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ മേലെ ഈ നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് ഫുൾ കവർ ചെയ്യണ പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മുട്ടയും പാലും മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേറ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട്, വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് അടിച്ച് വേവിച്ചേക്കാൻ. അത് ബ്രെഡെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ ഇഫ്താറിന് എന്ത് സ്നാക്സ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് തന്നെയാണ് ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് എന്തായാലും അയക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.